SDPIയുടെ പിന്തുണ തള്ളാതെ UDF പിന്തുണ സ്വീകരിക്കുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് UDF കൺവീനർ MM ഹസൻ. SDPI വോട്ട് സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു ധാരണയും UDF സംസാരിക്കുന്നില്ല, സംസാരിക്കാൻ നടത്തിയിട്ടില്ല, ഒരു ധാരണയും ഒരുപാട് ആളുകൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, SDPIയുടെ പിന്തുണ UDF തള്ളുന്നില്ല, വിവരങ്ങൾ. SDPIയോടുള്ള ഒരു മൃദു സമീപനം കോൺഗ്രസ് ഇപ്പോഴും തുടരുന്നുണ്ട്, UDF ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണങ്ങൾ തന്നെയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്. അതായത് ഈ SDPIയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് KPCCയുടെ ഇടക്കാല അധ്യക്ഷനും UDFിന്റെ കൺവീനറുമായ MM ഹസൻ ഇന്ന് വ്യക്തമാക്കിയത്. അതായത് ആ പ്രത്യക്ഷത്തിൽ തന്നെ ഈ ഒരു പിന്തുണ തള്ളാതെ ആ ഒരു വിഷയത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുന്നു പറയുന്നത് തീർച്ചയായും വർഗീയ ശക്തികളോട് കൂട്ടുകൂടുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. എന്തായാലും SDPI വർഗീയ പാർട്ടി അല്ലേ എന്നുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പോലും ഈ ഹസൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. മാത്രമല്ല VD സതീശനും ഇത്തരത്തിൽ SDPIയുടെ വോട്ട് സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്തായാലും SDPI അതായത് മതേതര ശക്തികളുടെ കൂടെ നിൽക്കുമെന്ന നിലപാടാണ് SDPI സ്വീകരിച്ചിട്ടുള്ളതെന്ന് പോലും പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും ഈ നിലപാടുകൾ കോൺഗ്രസിലെയും UDFിലെയും ഈ ഒരു നിലപാടുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായും SDPIയുടെ കൂട്ടുകൂടാൻ അല്ലെങ്കിൽ SDPIയുടെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമമായിട്ട് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.